ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞു പോകും, ഒരു തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, എല്ലാ വണ്ടി ഭ്രാന്തന്മാർ ബക്കറ്റ് ലിസ്റ്റിലുള്ള വണ്ടികളിലെ ഒരു വണ്ടിയായിരിക്കും ഫോർഡ് എൻഡോവർ എന്ന് പറയുന്നത്. ഈ ഒരു മുതൽ റാപ്പിഡിൻ്റെ കിറ്റങ്ങനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, ഇവന് റോട്ട് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ആളിൽ 9 ആൾ നോക്കും. അത്രയും ചൊറുക്കില്ല വണ്ടിയാണ്. എല്ലാ വണ്ടി ഭ്രാന്തന്മാരും എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളിൽ ഒന്നാണ് ഈ ഒരു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ തന്നെ ഒരു ലെവലായിട്ട് കണക്കൂട്ടേണ്ട ഒരു സാധനമാണ്. ഫോർഡ് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മളെ ഇന്ത്യക്ക് സമർപ്പിച്ച ഒരു പുലിക്കുട്ടീന്നോ സിംഹക്കുട്ടീന്നോ എന്തതിനെ വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ഞാൻ പൊലിപ്പിക്കാതെ എന്ത് ചെയ്യുക, നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വാ. നിങ്ങൾക്ക് എന്തായാലും ഓഫർ പ്രൈസിൽ നമ്മളെ കേരളത്തിൽ കിട്ടാത്ത റേറ്റിൽ അടിപൊളി എൻഡോർ നിങ്ങൾക്ക് നമ്മൾ തരും. ഓക്കെ, നേരെ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോയാലോ. അപ്പോൾ ഒരു തവണയും കൂടെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിക്കേണ്ടത് ഈ ചങ്ങായി എന്തത്തെ ഈ മണ്ണിലും പൊടിയിലും ഒക്കെ ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കണം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചൊറുക്കില്ല, നല്ല ബാക്ക്ഗ്രൗണ്ടിലെ സ്ഥലങ്ങൾ എൻ്റെ നാട്ടിലുണ്ടായിട്ട് ഇങ്ങനെ എടുക്കണോ. ഓരോ വണ്ടിക്കും ഓരോ സ്ഥലങ്ങളുണ്ട്. ഇവനക്ക് പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ചളിയും മണ്ണും പൊടിയും ഒരു കോറി സെറ്റപ്പൊക്കെയാണ് ഇവനക്ക് പറ്റുക. അപ്പോൾ വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരുമ്പോൾ 2018 മോഡൽ ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി ബ്ലാക്ക് കളറ് കിണ്ണം കാഴ്ച ഒരു എൻഡോവറാണ്. ഇതിന് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ചിലപ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രമേ ഉള്ളൂ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളൂ. വേറൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് ഡോറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് സൈഡ് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല നിങ്ങൾക്ക് വീഡിയോയിൽ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണെന്ന്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻജിൻ ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. പിന്നെ ഇനി ഇതിൻ്റെ കൂടുതൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഇൻറ്റീരിയർ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ 2 വീല് ഓട്ടോമാറ്റിക് വരുന്ന വാഹനം കൂടെയുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഒരു വാഹനം കൂടെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്താൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ആദ്യം നല്ല അടിപൊളി ഹൈറ്റിലില്ലേ ഒരു എന്താ പറയുക, ലോറിൻ്റെ മേലെ ഇരിക്കണ മാതിരിയാണ് ഇതിലിരിക്കുമ്പോൾ തോന്നുക. ആനപ്പുറത്തിരിക്കണ മാതിരിയും നേരത്തെ പറഞ്ഞ മാതിരി ഡ്രാഗൺ കുഞ്ഞിൻ്റെ മേലെ ഇരിക്കണ മാതിരിയൊക്കെ നമുക്ക് തോന്നും. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളും വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നോർമലി വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോർഡിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പവറും കാര്യങ്ങളും ഈ വാഹനത്തിനുണ്ട്. അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ. ഒരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ആരും താത്തിക്കെട്ടിയ കുറച്ച് കാണിയൊന്നും അല്ല കേട്ടോ. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ട് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ചിലപ്പോൾ നമുക്കൊരു വണ്ടി എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഡോർ സൈഡിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോർ അൺലോക്ക് ലോക്കിൻ്റെ ബട്ടന് കാര്യങ്ങൾ വരുന്നുണ്ട്, പവർ വിൻഡോൻ്റെ ബട്ടന് കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നമുക്കിവിടെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്റ്റീരിയോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട്, നല്ലൊരു അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റീരിയോൻ്റെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC-ൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, തരം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരു ഹാൻഡ് റെസ്റ്റ്, അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അല്ല ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ 2 ബോട്ടിലും അല്ലെങ്കിൽ നമുക്ക് ചായ ഗ്ലാസോ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു സംഭവം വരുന്നുണ്ട്. കോ ഡ്രൈവർ സീറ്റിലോട്ട് വരിക പറയുമ്പോൾ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ടാകും, പിന്നെ ഒരു പവർ വിൻഡോൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം തന്നെ ഉള്ളൂ. അതുപോലെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു നല്ലൊരു വാഹനം തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഇങ്ങനൊക്കെ ഒരു വണ്ടി ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തറവാടികളായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ടു നടക്കാൻ വയ്ക്കുന്നവരായിരിക്കും. നല്ല വൃത്തിയിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഡോറിൽ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്, നല്ല സുഖമായിട്ട് ഇരിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഏകദേശം ഇത്രയും ഗ്യാപ്പ് ഇനിയും ഉണ്ട്. അതുപോലെ പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. AC വെൻറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിലോട്ട് ഇങ്ങോട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു AC വെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെയും പുറകിലോട്ട് പോകുമ്പോൾ അവിടേക്കും 2 AC വെൻറ്റും കാര്യങ്ങളൊക്കെ വരും.
അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു രണ്ടാൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് ബാക്കിലോട്ട് വരുന്നത് കേട്ടോ. പുറകിലിരിക്കാൻ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും അതുപോലെ നല്ല യാത്രാ കംഫർട്ടും ഉണ്ട്. ഞാൻ സാധാരണ ബാക്കിൽ ഇരിക്കാറില്ല, ഈ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് ഇഷ്ടം തോന്നി. ഫോർച്യൂണറിൻ്റെ ബാക്കിലൊന്നും നമുക്ക് ഇരിക്കുമ്പോൾ അത്രത്തോളം ഒരു സുഖം കിട്ടാറില്ല, പക്ഷേ ഇത് നമുക്ക് വേറെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ ഡിക്കി ഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഡിക്കി ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മളെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിക്കിയും കാര്യങ്ങളൊക്കെയാണ്. സ്പേസ് പിന്നെ 7 സീറ്റ് വാഹനമാണ്, കൂടുതൽ പറയാനൊന്നുമില്ല. ഒരു 2 ചെറിയ പെട്ടി വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ ഒരു കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ വണ്ടിയുടെ ഓഫർ പ്രൈസ് അങ്ങോട്ട് പറഞ്ഞാലോ. പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം വില പറയുന്നതിന് മുൻപ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലെ 1,20,000 കിലോമീറ്റർ ഓടിയ വണ്ടി TN രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. 19,90,000 രൂപക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടോ. ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നതാണ്, ഒരുപാട് ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു വാഹനം കൂടെയാണ് കേട്ടോ ഈ ഒരു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ആളുകളെടുത്ത് സെയിലിന് ഈ വാഹനം ഉള്ളൂ കേട്ടോ, അതും കൂടെ എടുത്ത് പറയാം. അപ്പോൾ 19,90,000 രൂപയാണ് നമ്മളിതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് തരുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തും തരാം കേട്ടോ. അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്താൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അടിപൊളിയാക്കി എടുക്കാനും പറ്റും. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ, കിണ്ണം കാച്ചി ഇതുപോലെയുള്ള നല്ല നല്ല മുതലുകളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.